കെ.എസ്.ഇ.ബിയുടെ വീഴ്ച വർഷങ്ങളായി തുടരുന്നു. വൈദ്യുതി സുരക്ഷാ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. തേവലക്കരയിൽ സ്കൂൾ ഷെഡുമായി വൈദ്യുതി ലൈന് 1 മീറ്റർ പോലും അകലമുണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ടിലുണ്ട്. 8 വർഷമായി സ്കൂളിലെ ഷെഡ് അപകട നിലയിൽ തുടരുന്നു എന്നാണ് അന്വേഷണത്തിലൂടെയുള്ള കണ്ടെത്തൽ. അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മിഥുന്റെ മരണത്തിന് ഇടയാക്കിയ വീഴ്ചയുടെ ഉത്തരവാദിയെ കണ്ടെത്തണം എന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, കെ.എസ്.ഇ.ബിയുടെ വീഴ്ച വർഷങ്ങളായി തുടരുന്നു എന്നത് വൈദ്യുതി സുരക്ഷാ കമ്മീഷണർ തന്നെ കണ്ടെത്തുമ്പോൾ അതിന് കുറെ കൂടി ഗൗരവ സ്വഭാവം വരികയില്ലേ? എന്താണ് തുടർ നടപടി ഉണ്ടാവുക? സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഇതും സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് 8 വർഷമായി തേവലക്കര സ്കൂളിലെ ഈ ഷെഡും വൈദ്യുതി ലൈനുമായുള്ള അകലം ക്ലിയറൻസ് എന്നത് 1 മീറ്ററിൽ താഴെയാണ്. അതായത് ഈ 8 വർഷക്കാലമായി വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഷെഡ് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശമുണ്ടായില്ല. അപകടമുണ്ടായതിന് 2 ദിവസം മുൻപ്, അതായത് 17-ാം തീയതി അപകടമുണ്ടാകുന്നു. 15-ാം തീയതി മാത്രമാണ് വാക്കാലുള്ള നിർദ്ദേശം നൽകുന്നത്. അതായത് ഇത്രയും വർഷമായി ഈ അപകടനില തുടർന്നിട്ടും നോട്ടീസ് നൽകിയില്ല എന്നതൊരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് ചീഫ് സേഫ്റ്റി കമ്മീഷണർ നൽകുമ്പോഴും അതിൽ ഏത് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായി ഏത് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നത് പരിശോധിച്ച് കണ്ടെത്തി നടപടിയെടുക്കണമെന്ന നിർദ്ദേശമാണ് വൈദ്യുതി മന്ത്രി കെ.എസ്.ഇ.ബി ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 8 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇക്കാലം അത്രയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് എത്രത്തോളം പ്രായോഗികമാണ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെയും വൈദ്യുതി ബോർഡിൻ്റെയും മുന്നിലേക്ക് വരും. എന്തായാലും മന്ത്രി ഈ റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കെ.എസ്.ഇ.ബിയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്.